ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി നമുക്ക് ചേരുകയാണ്. സനോജ്, ഇന്ന് നടന്ന ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, രാജീവ് ചന്ദ്രശേഖർ മാർ ആൻഡ്രൂസ് താഴത്തിനെ കണ്ടതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടിലാണ്. പിന്നെ മാത്രമല്ല, ആൻഡ്രൂസ് താഴത്ത് പറയാൻ വന്നൊരു കാര്യം, ഈ തൃശ്ശൂരിലെ MP സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇതുവരെ ഒരു കാര്യവും മിണ്ടിയിട്ടില്ല. അക്കാര്യം പറയാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരെ അടക്കം തടയുന്ന ഒരു സാഹചര്യവും വന്നു. വളരെ കൃത്യമാണ്, കേരളത്തിൽ ഒരു ഘട്ടത്തിൽ ചില സഭാ നേതൃത്വങ്ങൾ സംഘപരിവാറിനെ അടുക്കാനുള്ള തീരുമാനമെടുത്തു. അതിൻ്റെ പ്രതിഫലനം ആ തെരഞ്ഞെടുപ്പിൽ കാണുകയും ചെയ്തു. ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് വല്ലാത്ത ചതിയായി ഈ സംഘപരിവാർ ചെയ്തതെന്ന്. അതെ, ഒരു വിഭാഗം സഭാ നേതൃത്വം നേരത്തെ സംഘപരിവാരത്തിന്റെ പ്രചരണത്തിൽ പെട്ടുപോയി അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ അവർക്ക് കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. 1999 ഗ്രഹാം സെയിൻസിനെയും അദ്ദേഹത്തിന്റെ 2 മക്കളെയും അതിക്രൂരമായി കൊന്നുകളഞ്ഞത്. ആ കാലത്ത് മാത്രമല്ല, അതിനു മുന്നേയും അവരുടെ പ്രത്യയശാസ്ത്രം തന്നെ പ്രഖ്യാപിക്കുന്നത് ഒന്നാമത്തെ ശത്രു മുസ്ലിമും, രണ്ടാമത്തെ ക്രിസ്ത്യാനിയും, മൂന്നാമത്തെ കമ്മ്യൂണിസ്റ്റുകാരും എന്നാണ്. അപ്പൊ അവര് പ്രഖ്യാപിത ശത്രു നിലയിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇവര്. പക്ഷേ ഒരു വേള ഇതെല്ലാം മറന്നുകൊണ്ട്, ചരിത്രമാകെ മറന്നുകൊണ്ട്, അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറ ആകെ മറന്നുകൊണ്ട് അവർക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്ത് സഭാ ആസ്ഥാനങ്ങളിലേക്ക് അവർ കേക്കുമായി വരുമ്പോ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചവരായിരുന്നു. അപ്പൊ അവരിപ്പോ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. ഇവിടെ ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ BJPയുടെ നേതാക്കള് ഇപ്പോഴും സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ സഭാ ആസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സഭാസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ അവരെ അങ്ങോട്ട് തിരുത്തണമോ വേണ്ടയോ എന്നത് സഭാ നേതൃത്വം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. സുരേഷ് ഗോപിയെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാര് ഇവിടെ MP ആയി ജയിക്കുന്ന സന്ദർഭത്തിൽ എന്തായിരുന്നു കൊടുത്ത ഉറപ്പ്? ഇത്രയും ദിവസമായിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും വല്ലതും ഒഴിഞ്ഞോ? സുരേഷ് ഗോപി ഇതുമായി ബന്ധപ്പെട്ട സമരത്തിൽ കന്യാസ്ത്രീയുടെ കൂടെ നിന്നോ? സുരേഷ് ഗോപി തെരുവിലിറങ്ങിയോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ സഭാ നേതൃത്വത്തെ കണ്ടിട്ട് സഭക്കൊപ്പമാണ് തങ്ങളെന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട വിശ്വാസികളെ വോട്ട് സമാഹരിച്ച് വിജയിച്ച ആൾ ഒരു പ്രശ്നം വന്നപ്പോ മുങ്ങിയിരിക്കുകയാണ്. എവിടെയും കാണാനില്ല. എന്തുകൊണ്ട് സുരേഷ് ഗോപി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂർ നഗരത്തിൽ ഒരു പ്രകടനത്തിൽ പങ്കെടുത്തില്ലെന്നുള്ള ചോദ്യം സഭാ നേതൃത്വം ഉന്നയിക്കേണ്ടതാണ്. ഇപ്പോഴും അടച്ചിട്ട മുറിയിൽ വന്നിരുന്നിട്ട് അതിനിതും പറഞ്ഞ് സഭാ നേതൃത്വത്തെ പറ്റിക്കാൻ വേണ്ടി നോക്കുകയാണ്. യഥാർത്ഥ വിശ്വാസികളെ തിരിച്ചറിയണം. ഇത് സഭാ നേതൃത്വം ഇത്തരം ആളുകളെ അവരുടെ അരമനകളിലേക്ക് കയറ്റണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ശക്തമായ തീരുമാനമെടുക്കേണ്ട സന്ദർഭം കൂടിയാണ്. ഈ ഘട്ടത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ എപ്പോഴാണ് തീരുമാനമെടുക്കുക? സനോജ്, ഇതിനകത്ത് ഇപ്പോഴും ഒരു നിയമപ്രശ്നങ്ങൾ പലതും കാണുന്നുണ്ട്. കാരണം ആദ്യം ഈ നിയമ ഉപദേശം ലഭിച്ചത് ഈ ഭാരത് BNSSലെ 143-ാം വകുപ്പ് ചുമത്തിയത് കൊണ്ട് NIA കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു. പക്ഷേ പിന്നീട് അത് ഹൈക്കോടതിയിലേക്ക് പോവുക, ഹൈക്കോടതിയിൽ ചെന്ന് ജാമ്യം നേടുക എന്നുള്ളതാണ്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായി ഇടതുപക്ഷ MP മാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ വലിയ വിഷയങ്ങൾ ഉയർന്നു വരുന്നത് ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞൊരു തെറ്റിദ്ധാരണയാണ് പറ്റിയത്. ജാർഖണ്ഡ്, അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെ സെൻസിറ്റീവ് സ്റ്റേറ്റ് ആണെന്നുള്ളതാണ്. ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, ആരാണ് ഈ ഗൂഢാലോചന നടത്തിയത്? ഇത്ര ദിവസം, 8ാം ദിവസമാണ് കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ട്. തെറ്റിദ്ധാരണയല്ല, ഇത് കൃത്യമായ ആസൂത്രണം തന്നെയാണ്. ആദ്യം BJPയുടെ വക്താവ് പറയുന്നു, അനൂപ് ആന്റണി പറഞ്ഞു സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷ എതിർക്കുന്നില്ല. പക്ഷേ പിന്നീട് വിവരങ്ങൾ പുറത്തു വരുന്നു ജാമ്യാപേക്ഷയെ എതിർക്കുക തന്നെയാണെന്ന്. വളരെ കൃത്യമായൊരു ആസൂത്രണം. അവിടെ പ്രശ്നം തിരുവസ്ത്രം തന്നെയായിരുന്നു, കന്യാസ്ത്രീകൾ തന്നെയായിരുന്നു. നേരത്തെ സനോജ് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ആഭ്യന്തര ശത്രുക്കളിൽ 1ാമത് കമ്മ്യൂണിസ്റ്റുകാർ, 2ാമത് മുസ്ലിങ്ങൾ, 4ാമത് ക്രിസ്ത്യാനികൾ. ആ തരത്തിലുള്ള വേട്ടയാടൽ അത് തന്നെയാണ്. ഇനി ഏത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. തെറ്റിദ്ധാരണയല്ല, ഇതൊരു പ്ലാനാണ്. അത് വ്യക്തമാണല്ലോ. ഇത് വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്. രാജ്യത്തുടനീളം മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുകയാണ്. അപ്പോൾ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രചരണം, ആ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ക്രിസ്ത്യാനികളെ കൂടി കൂട്ടുന്നു. ഇത് യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് ഈ ക്രിസ്ത്യാനികളെ ചേർത്തുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പ്രഖ്യാപിച്ച് കുറച്ചാളുകൾ ആ നിലയിൽ കൂട്ടി ഒരുമിപ്പിക്കുന്നു. അതേ സമയത്ത് തന്നെ നമ്മൾ കണ്ടതാണ് മണിപ്പൂരിലും മറ്റ് ഒറീസ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അങ്ങേയറ്റത്തെ ഭീഷണിയും പ്രശ്നങ്ങളും കർണാടകയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണ മജിസ്ട്രേറ്റ് കോടതിയുമായി ബന്ധപ്പെട്ട കേസിൽ പിന്നീട് NIA കോടതിയിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണ് എന്ന് ഇവിടെയുള്ള നിയമവിദഗ്ധന്മാർക്ക് തന്നെ ആലോചിച്ച് പിടികിട്ടിട്ടില്ലല്ലോ.
പിന്നീടാണ് അമിത്ഷാ പറഞ്ഞത് ഞങ്ങൾ അതിനകത്ത് ഇടപെടുമെന്ന്. അപ്പൊ അമിത്ഷായെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ജുഡീഷ്യറിക്കകത്ത് നേരിട്ട് ഇടപെടാൻ വേണ്ടി കഴിയുക? അപ്പൊ ജുഡീഷ്യറിക്കകത്ത് പോലും ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, തങ്ങളുടെ ആജ്ഞപ്രകാരമാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് എന്ന് പറയാതെ പറയുകയാണല്ലോ അമിത്ഷായ്ക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കാര്യങ്ങളെല്ലാം ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായിട്ടും RSSന്റെ ദേശീയ തലത്തിലുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഓരോ സ്ഥലത്തും ഓരോ സംഘടനയുടെ പേരിലാണ് ഈ കാര്യങ്ങൾ നടത്തുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ അവിടെ പ്രകടനം നടത്തിയിട്ടുള്ള ബജരംഗദളിന്റെ ആളുകളെ തള്ളിപ്പറയാൻ RSSന്റെ സംസ്ഥാന നേതൃത്വം തയ്യാറാവുന്നതുകൊണ്ടാണ്. ഇവിടെയുള്ള BJPയുടെ സംസ്ഥാന നേതൃത്വം കോടതി വളപ്പിൽ പ്രകടനം നടത്തിയിട്ടുള്ള ബജരംഗദളിന്റെ ആളുകൾ അവർ തെമ്മാടികളാണ് എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന കൊടുക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരേ സമയത്ത് അവരുമായി ചേർന്ന് നിൽക്കുന്നു, ഒരേ സമയത്ത് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ തിരിച്ചറിയാനുള്ള ശേഷി ഈ ജനങ്ങൾക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായ ആസൂത്രണമാണ് ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും കേന്ദ്ര ഭരണാധികാരികൾക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. ഇതിപ്പോ ചെറിയ തുടക്കം മാത്രമാണ്. ഈ ഭാവി ഇന്ത്യ വരും ദിവസങ്ങളിൽ എന്താവും എന്നതിന്റെ സൂചന കൂടിയാണിത്. ഏതെങ്കിലും 2 കന്യാസ്ത്രീകളെ മാത്രം അറസ്റ്റ് ചെയ്ത് പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന് കാണേണ്ടതില്ല. ഇത് ഭാവിയിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ തുടക്കമാണ്, ഒരു വലിയ കലാപത്തിന്റെ തുടക്കമാണിത്. ശരി, സരോജ് പറഞ്ഞത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഭാവി ഇന്ത്യ എന്താകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. വളരെ നന്ദി സരോജ് ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്.